So the next class for the students, the conditionals. What is conditionals? A condition is something that has to be fulfilled before the next action can happen. ഒരു ആക്ഷൻ അതിൻ്റെ സാധ്യതയ്ക്ക് മുന്നേ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ഒന്നാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു നെക്സ്റ്റ് ആക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ഒരു ആക്ഷനാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എ കണ്ടീഷണൽ ക്ലോസ് ഈസ് അബൌട്ട് ഈവൻറ്റ്സ് ദാറ്റ് മൈറ്റ് ഒക്കർ ഓ മൈറ്റ് ഹാവ് ഒക്കർ. അപ്പോൾ ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സംഭവിക്കാം, സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതാണ് ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. വി യൂഷ്വലി യൂസ് ഈഫ് ടു ഫോം എ കണ്ടീഷണൽ ക്ലോസ്. ഒരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇഫ്. അപ്പോൾ ഈഫ് ക്ലോസ് എന്നും ഇതിനെ പറയാം. കണ്ടീഷണൽ ക്ലോസിനെ ഈഫ് ക്ലോസ് എന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഈവൻറ്റ് മൈറ്റ് ഒക്കർ സംഭവിക്കാം, ഓർ മൈറ്റ് ഹാവ് ഒക്കേർഡ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതാണ് ഒരു കണ്ടീഷണൽ ക്ലോസ്, ഈഫ് ക്ലോസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ലൂസ് യുവർ വേ വാട്ട് വിൽ യു ഡു? നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇഫ് ഐ ലൂസ് മൈ വേ ഐ വിൽ ആസ്ക് സമൺ ഫോർ ഡിറക്ഷൻസ്. അല്ലേ, എൻ്റെ വഴി നഷ്ടപ്പെട്ടാൽ, എനിക്ക് വഴി വ്യക്തതയില്ലെങ്കിൽ, വഴി നഷ്ടപ്പെട്ടെങ്കിൽ ഐ വിൽ ആസ്ക് സമൺ ഫോർ ഡിറക്ഷൻസ്. അതിൻ്റെ ഡിറക്ഷന് വേണ്ടിയിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിക്കും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ആണ്. ഇഫ് യു ലൂസ് യുവർ വേ, നിൻ്റെ വഴി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ഇതാണ് ഒരു കണ്ടീഷണൽ ക്ലോസ്. ഇനി ഒരു കണ്ടീഷണൽ ക്ലോസ് 3 തരമുണ്ട്. ആദ്യത്തെ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഈസ് യൂസ്ഡ് വെൻ ആൻ ഈവന്റ് ഓൾവേസ് ഒക്കർ ഓർ ഈസ് ലൈക്ലി ടു ഒക്കർ. അപ്പോൾ ഒന്നുകിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവം, എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യം, ലൈക്ലി ടു ഒക്കർ, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫ് ക്ലോസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ഒരു നിയമം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് മെയിൻ ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെൻ ആൻഡ് ഈവൻ ഓൾവേസ് ഒക്കർ. അപ്പോൾ ഒരു എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഇഫ് ക്ലോസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് മെയിൻ ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ഉണ്ടാകണം, അതിന് എന്തായാലും ഒരു മെയിൻ ക്ലോസ് ഉണ്ടാകുമല്ലോ, ആ മെയിൻ ക്ലോസും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു പുട്ട് ഷുഗർ ഇൻ ഹോട്ട് കോഫി ഇറ്റ് ഡിസോൾവ്സ്. അപ്പോൾ ഇത് ഓൾവേസ് നടക്കുന്ന, എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ആൻഡ് ഈവൻറ്റ് ഓൾവേസ് ഒക്കർ, ഓൾവേസ് ഒക്കർ ആകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് മെയിൻ ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ ഇഫ് യു പുട്ട്, ഇഫ് എന്നുള്ളത് കണ്ടീഷണലാണ്, പുട്ട് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി അടുത്തത് മെയിൻ ക്ലോസിലേക്ക് പോവുകയാണ്. മെയിൻ ക്ലോസിലേക്ക് പോകുമ്പോൾ അതും എന്തായിരിക്കണമെന്നാണ് പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ പുട്ട് ഷുഗർ ഇൻ കോട്ട് കോഫി, അല്ലേ? കോട്ട് കോഫിയിൽ എന്ത് ചെയ്യണം? ഷുഗർ ഇടുകയാണെങ്കിൽ ഇറ്റ് ഡിസോൾവ്സ്. അപ്പോൾ മെയിൻ ക്ലോസ് ഇറ്റ് ഡിസോൾവ്സ്, അതെന്താണ്? അതും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ആൻഡ് ഈവൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്കർ. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? വി യൂസ് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് വിൽ ഓർ വിൽ നോട്ട്. അപ്പോൾ സംഭവിക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യത്തിനാണെങ്കിൽ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് വിൽ ഓർ വിൽ നോട്ട്, ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ വെദർ ഇംപ്രൂവ്സ് ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ്. അല്ലേ, എന്താണ്? വെദർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ
ഈ ഇഫ് ക്ലോസിൽ നമ്മൾ ഇഫ് ദ വെദർ ഇംപ്രൂവ്സ്, വെദർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത മെയിൻ ക്ലോസ് എന്താണ്? പ്ലെയിൻ വിൽ ടേക്ക് ഓഫ്. പ്ലെയിൻ എന്തെങ്കിലും ടേക്ക് ഓഫ് ആവും. അപ്പോൾ അതിനെ ഫീച്ചറിനെ കാണിച്ചുകൊണ്ട്, ഫീച്ചർ ടൈമിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു ഈവൻ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ഇതാണ്: ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പ്ലസ് വിൽ ഓർ വിൽ നോട്ട്. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിൽ എന്നുള്ള ഫീച്ചറിനെ കാണിക്കുന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ്. ഇനി ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കോമ ഉപയോഗിക്കാതെ എഴുതാം. ഒരു കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഇഫ് ദ വെദർ ഇംപ്രൂവ്സ് കോമ ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് എന്നാണ് നമ്മളിപ്പോൾ ഈ എക്സാമ്പിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കോമ ഇല്ലാതെയും നമുക്ക് എഴുതാം. മെയിൻ ക്ലോസ് ആദ്യം വരികയാണെങ്കിൽ, അപ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ മെയിൻ ക്ലോസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ നമ്മൾക്ക് കോമ ഇല്ലാതെ എഴുതാം. ഇപ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആദ്യം വന്നത് കാരണം നമ്മൾ ഈ സെൻറ്റൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കോമ ഉപയോഗിച്ചു. ഇഫ് ദ വെദർ ഇംപ്രൂവ്സ് കോമ ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ്. ഇനി ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് എന്നുള്ള ആ മെയിൻ ക്ലോസ് അത് ആദ്യമാണ് വരുന്നതെങ്കിൽ കോമ വേണ്ട. അപ്പോൾ എങ്ങനെയാകും സെൻറ്റൻസ്? ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് ഇഫ് ദ വെദർ ഇംപ്രൂവ്സ്. ഇനി അടുത്തത് ടൈപ്പ് 2 ആണ്. അപ്പോൾ ടൈപ്പ് 2 ആയിട്ടുള്ള കണ്ടീഷൻ ക്ലോസ് ഈസ് യൂസ്ഡ് വെൻ ആൻ ഈവന്റ് ഈസ് അൺലൈക്ലി ടു ഹാപ്പൻ. സംഭവിക്കാൻ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടീഷണൽ ക്ലോസിൽ പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. നേരത്തെ എത്തതുപോലെ തന്നെ വി യൂസ് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ്. നേരത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത് പാസ്റ്റ് ടെൻസ്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഒരു ഈവൻ്റ് ആണെങ്കിൽ അതിനെ എഴുതുവാനായിട്ട് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് പ്ലസ് വുഡ് ഓർ വെയർ. എന്താ ചേർക്കേണ്ടത്? വുഡ് ഓർ വെയർ. അപ്പോൾ ഇഫ് ചേർക്കണം, പ്ലസ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം, പ്ലസ് വുഡ് ഓർ വെയർ. ഇത് കൂടുതലും കേസുകളിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കാം. ഇഫ് ഐ ഹാഡ് $1 billion, എനിക്ക് $1 billion ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ പ്ലെയിൻ. ഞാൻ ഒരു പ്ലെയിൻ വാങ്ങിച്ചേനെ അല്ലെങ്കിൽ വാങ്ങിക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് $1 billion ഐ വുഡ് ബൈ എ പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അല്ലേ. എനിക്ക് $1 billion ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പ്ലെയിൻ വാങ്ങിച്ചേനെ. അപ്പോൾ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഉപയോഗിക്കേണ്ടത് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് പ്ലസ് വുഡ് ഓർ വെയർ. ഇവിടുത്തെ ഈഫിന് ശേഷം ഹാഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാഡ് അല്ലേ. അപ്പോൾ ഹാഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം അടുത്ത ക്ലോസിലേക്ക് വന്നിരിക്കുന്നത് ഐ വുഡ് ബൈ എ പ്ലെയിൻ. അടുത്ത ക്ലോസിൽ എന്താ വന്നിരിക്കുന്നത്? ഐ വുഡ് ബൈ എ പ്ലെയിൻ. ഞാൻ പ്ലെയിൻ വാങ്ങിച്ചേനെ. ഇനി അടുത്തത് ഇഫ് ഐ വർ യു ഐ വുഡ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ടു ദ പോലീസ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തേനെ, പെട്ടെന്ന് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നാണ്. ഇഫ് ഐ വർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ നീ, നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? പോലീസ് സ്റ്റേഷനിൽ ആ റിപ്പോർട്ട് ചെയ്തേനെ. ആ കേസിനെ കുറിച്ച് എന്താണോ അത് പറയുന്നത് എന്താണോ അതിനെ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് നമുക്ക് കോമ ഇല്ലാതെ ഇത് എഴുതാം. ഐ വുഡ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ടു ദ പോലീസ് ഇഫ് ഐ വർ യു. ഐ വുഡ് ബൈ എ പ്ലെയിൻ ഇഫ് ഐ ഹാഡ് $1 billion. ഇത് കോമ ഇല്ലാതെ നമുക്ക് എഴുതാം, കോമ ഇട്ടും ഉപയോഗിച്ച് എഴുതാം. അപ്പം മെയിൻ ക്ലോസ് ആദ്യം വന്നാൽ പിന്നെ നമുക്ക് കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആദ്യം ഇഫ് ക്ലോസ് ആണ് വരുന്നതെങ്കിൽ പിന്നീട് തുടർന്ന് വരുന്ന മെയിൻ ക്ലോസ് നമ്മൾ കോമ ഇട്ട് വേണം എഴുതാൻ. ഇനി മൂന്നാമത്തെ രീതി ഏതാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ആൻ ഇവന്റ് ഓർ കണ്ടീഷൻ കുഡ് ഹാവ് ഹാപ്പൻഡ് ബട്ട് ഡിഡ് നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു, ബട്ട് ഡിഡ് നോട്ട് ഹാപ്പൻ, പക്ഷേ സംഭവിച്ചില്ല. അങ്ങനെയുള്ള ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചില്ല. അത്തരം കേസിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കണ്ടീഷൻ ക്ലോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
In such cases, the if clause is in the past perfect and main clause is in the format of would or would not have plus past participle. മനസ്സിലായില്ല? ഇത്തരം സന്ദർഭങ്ങളിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ if clause പാസ്റ്റ് പെർഫെക്റ്റിലും മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് would or would not have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ സംഭവിച്ചില്ല എന്നുള്ള കേസിലാണ്. could have happened but did not happen. അങ്ങനെയുള്ള കേസിലാണ് ശ്രദ്ധിക്കേണ്ട ഇതാണ്, if ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. ഇനി മെയിൻ ക്ലോസ് എന്ത് ഫോമാറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്? would or would not have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ ആയിരിക്കണം മൂന്നാമത്തെ രീതിയിൽ വരുന്ന ഒരു ക്ലോസ് ഉണ്ടാകേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? മെയിൻ ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം, if ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് അല്ലെങ്കിൽ വുഡ് നോട്ട് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം. അപ്പോൾ രണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ ക്രോ hadn't opened his mouth to sing, the cheese wouldn't have dropped from his mouth. അപ്പോൾ എന്താണ്? if the crow hadn't opened his mouth to sing, ക്രോ തൻ്റെ മൗത്ത് പാടുന്നതിനായി തൻ്റെ വാ തുറന്നില്ലായിരുന്നെങ്കിൽ the cheese wouldn't have dropped from his mouth. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ if ക്ലോസിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺഡ് ആണ്. hadn't പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അത് നെഗറ്റീവ് ഫോമാണ്. hadn't എന്നുള്ള had പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ hadn't opened എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലെ നെഗറ്റീവ് ഫോമാണ്. അപ്പോൾ ഓപ്പൺഡ് എന്നുള്ളത് had പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓപ്പൺഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലോസിൽ വുഡിൻ്റ് ഹാവ് ഡ്രോപ്ഡ്. അപ്പോൾ വുഡിൻ്റ് ഹാവിന് ശേഷം ഡ്രോപ്ഡ് എന്നുള്ള V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മെയിൻ ക്ലോസിലെ കണ്ടീഷൻ പിന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ സംഭവിച്ചില്ല. ഇഫ് ദ ക്രോ hadn't opened his mouth to sing, പാട്ട് പാടാനായിട്ട് എന്താണ് അവൻ്റെ വാ തുറന്ന് ഇരുന്നെങ്കിൽ, അപ്പോൾ സംഭവിച്ചില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ if the cheese wouldn't have dropped from his mouth. അപ്പോൾ വാ തുറന്നില്ലായിരുന്നെങ്കിൽ ചീസ് താഴേക്ക് വീഴില്ലായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇതിന് പകരം would have ഉപയോഗിക്കുന്നതിന് പകരം might have or could have നമുക്ക് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വുഡ് ഹാവ് വന്ന സ്ഥലത്ത് ഈ വുഡ് അല്ല വുഡ് ഹാവ് ഓർ വുഡിൻ്റ് ഹാവ്, ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് രണ്ട് മോഡൽ ആൻഡ് പെർഫെക്റ്റ് ടെൻസിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൈറ്റ് ഹാവ് ഓർ കുഡ് ഹാവ്. ഇതാണ് നമുക്ക് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് രണ്ട് മോഡൽ ഓക്സിലറിയും അതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസും. ഇനി ഒരു ഉദാഹരണം അതിന് നമുക്ക് നോക്കാം. രാഹുൽ മൈറ്റ് ഹാവ് ജോയിൻഡ് us if he had got permission to go on leave. രാഹുൽ മൈറ്റ് ഹാവ് ജോയിൻഡ് us, അല്ലെ, നമ്മളുടെ കൂടെ ചേരുമായിരുന്നു. if he had got permission to go on leave, ലീവിനുള്ള പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ചേർന്നേനെ. രാഹുൽ മൈറ്റ് ഹാവ് ജോയിൻഡ് us if he had got permission to go leave. അപ്പോൾ ഇതാണ് ഒരു കണ്ടീഷണൽ ക്ലോസ്. ഇത് വളരെ നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ട കാര്യമില്ല, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വരും. ഇതിൻ്റെ നോട്ട്സ് ഉടൻ തന്നെ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.